ഹായ് ഫ്രണ്ട്സ്, മിമി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഡിഷാണിത്. പോത്തിൻ്റെ കുടൽ അഥവാ ബോട്ടി എന്ന് പറയുന്നൊരു സാധനമാണിത്. അപ്പോൾ എത്ര ആൾക്ക് ഇതിനെപ്പറ്റി അറിയുമെന്ന് അറിയത്തില്ല. അതിൻ്റെ കറിയിലോട്ട് നമുക്ക് പോവാം. നല്ല ബോട്ടി നല്ല ക്ലീൻ ചെയ്ത് വാങ്ങിച്ചെടുത്തൊരു 5-6 വട്ടം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് 10-15 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ സവാള, 2 തക്കാളി ഇതെല്ലാം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കുക്കറിലോട്ട് കുടലിട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, തക്കാളി ഇതിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി ഒരു സ്പൂണ് മതിയാകും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി ഒരു 1-1.5 സ്പൂണോളം വേണ്ടി വരും. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാതും ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഈ മിക്സിങ് കറക്റ്റായിട്ടിരിക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിച്ചിട്ട് വരാം. അപ്പോൾ ഇത് വേകുമ്പോഴത്തേന് നമുക്ക് ചെറുള്ളി ശരിയാക്കിയെടുക്കാം. ചെറുള്ളി ഇത് അതുപോലെ 4ആക്കി കട്ട് ചെയ്തിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ചെറുള്ളിയും മുറിച്ചെടുത്തിട്ട് വരാം. മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഈ ചെറിയ ഉള്ളിനെ നന്നായി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. ഇതിലാണ് നമ്മളുടെ സ്വാദിരിക്കുന്നത് മുഴുവനും. ഇങ്ങനെ ഒരു കറിയാവുന്ന സമയത്ത് നമുക്ക് ഈ ചെറിയ ഉള്ളി താളിക്കുന്നതിൽ ഈ ബോട്ടിക്കൊക്കെ ഒരു പ്രത്യേക ഒരു ഇതാണുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മണമൊന്ന് പോവാനായിട്ടും അതിന് വേറൊരു ഒരു ടേസ്റ്റ് ഉണ്ട്. അതൊന്നും നമുക്ക് പോവാനായിട്ടൊക്കെ ചെറുള്ളി ഇതുപോലെ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ടില്ല. ഇപ്പോഴാണ് നമ്മൾ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ട് അതിനെ നന്നായി പച്ചമണം പോകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിതിങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ കറിയുടെ ഒരു പ്രത്യേക സ്വാദ് വരാനുണ്ട്. നമുക്ക് എത്രയാണോ ഗരം മസാല ആവശ്യമുള്ളത് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് 1 കിലോൻ്റെ കണക്കിലാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 1.5 സ്പൂണോളം മീറ്റ് മസാലയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നല്ലൊരു പച്ചമണവും കാര്യങ്ങളും കുത്തൊക്കെ പോകുന്നത് വരെ നമുക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ പോയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കുടലുണ്ടല്ലോ, അത് ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിതിൽ വീഡിയോ കൂടുതൽ ലാഗ് ആവുന്നതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും ഇതിൽ കാണിക്കുന്നില്ല. നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം നമ്മൾ നേരത്തെ ഇട്ടതിൽ മസാല കുറച്ച് കുറവായിരുന്നല്ലോ. അപ്പോൾ ഈ മസാല ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി വെട്ടി തിളപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് നല്ല ജീരകവും പെരുംജീരകവും പൊടിച്ചിട്ട് വരണം. അപ്പോൾ ഇതൊന്നും ഞാൻ കാണിക്കാത്തത് വീഡിയോ ഒരുപാട് ലോങ് ആവുന്ന കാരണം കൊണ്ട് മാത്രമാണ്. അപ്പം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമുക്ക് ഈ സമയത്താണ് നമ്മൾ കുറച്ച് കറിവേപ്പില പച്ച നല്ല വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഇത് നല്ല ജീരകവും പെരുംജീരകവും പൊടിച്ചത് നമുക്ക് ഒന്നല്ലെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഇറക്കണ സമയത്ത് ഇതെല്ലാതും കൂടി ഗരം മസാലയും കുരുമുളക് പൊടിയും ഇത് പൊടിച്ചതും എല്ലാതും കൂടി നമ്മൾ ഇറക്കാൻ നേരത്ത് ഇട്ട് കൊടുത്താലും അതിനൊരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളാണ്. ഞാൻ ഈ പറയുന്നത് പോലെ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ലാസ്റ്റിക്ക് നമ്മൾ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് എത്രയാണ് ഇതിലൊക്കെ കുറച്ച് എരിവ് നിൽക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റി ആയിട്ടുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു വേറൊരു ചൊയയും സ്മെല്ലും ടേസ്റ്റിനനുസരിച്ചിട്ട് തന്നെ വേറൊരു ചൊയുണ്ട്. അപ്പോൾ അത് പോവാനായിട്ട് നല്ല ജീരകം, പെരുംജീരകം, ഗരം മസാല, അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇതെല്ലാതും കുറച്ചൊന്നും മുന്നിൽ നിൽക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒരു രുചി അറിയത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് മല്ലിയില എന്ന് പറയുന്നത്. ഒരിക്കലും മല്ലിയില ഇതിൽ ഇതാക്കി കളയരുത്. കാരണം ഞാൻ പറഞ്ഞ ആ ഒരു സ്മെല്ല് പോകണമെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഇതിലോട്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മളെ കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അതുപോലെ തന്നെ പുതിയ ചാനലല്ലേ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്